സഹകരണ സംഘങ്ങൾ വഴി ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്നത് നിർത്തലാക്കിയ സർക്കാർ തീരുമാനത്തിൽ സഹകരണ വകുപ്പിന് അതൃപ്തി. ധനവകുപ്പിന്റേതാണ് തീരുമാനമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയായിരുന്നു ധനവകുപ്പിന്റെ തീരുമാനം. പദ്ധതി തുടരണമെന്നതാണ് സഹകരണ വകുപ്പിന്റെ നിലപാടെന്നും എം ലിജു വ്യക്തമാക്കി. റിപ്പോർട്ടിലേക്ക്. ക്ഷേമ പെൻഷൻ സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർ വീടുകളിലെത്തിക്കുന്നതിലൂടെ നിരവധി ഗുണഭോക്താക്കൾക്കായിരുന്നു അത് ആശ്വാസം പകർന്നത്. എന്നാൽ അത് നിർത്തലാക്കാനാണ് UDF സർക്കാർ തീരുമാനിച്ചത്. ആ തീരുമാനമാകട്ടെ മുഖ്യമന്ത്രിയുടേത് മാത്രമായിരുന്നു എന്നതാണ് സഹകരണ വകുപ്പ് മന്ത്രിയുടെ അതൃപ്തിയിൽ നിന്നും വ്യക്തമാകുന്നത്. സഹകരണ മേഖലയെ സംബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒഴിവാക്കുന്നതിനെതിരായിട്ട് സഹകരണ സംഘങ്ങൾക്ക് നിലപാടുകളുണ്ട്. അതൊരു ധനകാര്യ വകുപ്പിൻ്റെ തീരുമാനമായിരുന്നു, ഒരു ഫിനാൻഷ്യൽ ഡിസിഷനായിരുന്നു. അത് സഹകരണ മേഖലയൊരു വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ. അതോടൊപ്പം തന്നെ സഹകരണത്തിലെ മേഖലയിൽ നിൽക്കുന്ന സംഘങ്ങൾക്കും ജീവനക്കാർക്കും ഇത് പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്. സഹകരണ വകുപ്പിന് ആ കാര്യത്തിൽ ആശങ്കകളുണ്ട്. സഹകരണ മേഖലയ്ക്ക് ആശ്വാസമാകുന്ന പദ്ധതി തുടർന്നാൽ കൊള്ളാം എന്നതാണ് സഹകരണ വകുപ്പിന്റെ നിലപാട് എന്ന കാര്യവും വകുപ്പ് മന്ത്രി എം ലിജു മറച്ചുവെച്ചില്ല. സഹകരണ വകുപ്പിന് ഈ പറഞ്ഞതുപോലെ 1450 സംഘങ്ങൾ ഇനിയിപ്പം വഴി വിതരണം ചെയ്യുമ്പോൾ ആ സംഘങ്ങൾക്കൊരു വരുമാന മാർഗമായിരുന്നു. ജനങ്ങൾക്ക് കുറേ പേർ വിതരണം ചെയ്തവർക്ക് കുറേ പണം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച് തുറന്നാൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്. ഇതിന്റെ മറുവശമാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞതെന്നും താൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏതായാലും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ഉള്ള അതൃപ്തി ലിജുവിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. തീരുമാനവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പും മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം സഹകരണ വകുപ്പ് മന്ത്രി കൂടിയായ ലിജു നടത്തിയിട്ടുണ്ട്. നേരത്തെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിഷയത്തിൽ വകുപ്പ് മന്ത്രിയോട് ആലോചിക്കാതെ മുഖ്യമന്ത്രി തീരുമാനമെടുത്തത് വിവാദമായിരുന്നു. അതിലുള്ള അതൃപ്തി ലിജു നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ സംഘങ്ങളെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലെ അതൃപ്തി കൂടി പരസ്യപ്പെട്ടിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.